ഇന്നലെ അമ്മയുടെ സഹോദരൻ കൊലപ്പെടുത്തിയ 2 വയസ്സുകാരി ദേവേന്ദുവിന് വേണ്ടി വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള തയ്യൽക്കടയിലെ ചേച്ചി തയ്ച്ചു കൊടുത്ത ഒരു പാവാടയാണിത്. ആ കുഞ്ഞിനെ ഭയങ്കരമായി ഈ നീളത്തിൽ മുട്ടിന് താഴെ വരെ നിൽക്കുന്ന പാവാട ഇടാൻ ഭയങ്കരമായ ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് ആ തയ്യൽ കടയിലെ ചേച്ചി പറഞ്ഞത്. ഇതാണ് അവരുടെ ആ വീട്. ഈ വീട്ടിലാണ് കൊലയും മറ്റും നടന്നത്. ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെറിയൊരു തയ്യൽ കട. അവിടുത്തെ ചേച്ചിമാരുണ്ട്. കുഞ്ഞിന് ഇത് അവൾ പറഞ്ഞിട്ട് നമ്മൾ തയ്ച്ചാണോ? പറഞ്ഞിട്ട് തയ്ച്ചത്. അവൾ പറഞ്ഞ് മുട്ടിന് താഴെ ഇറക്കമുള്ള പാവാട വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തയ്ച്ച് കൊടുക്കും അവൾ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരുമ്പം കാണും കൊച്ചിന്. ഇറക്കമുള്ള പാവാട ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. നിങ്ങളാണോ സാധാരണ ഇടയ്ക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുക? ഞാൻ തയ്ക്കുന്ന ഞാനിത് അവളാണ് ഷീജ. അവളാണ് തയ്ക്കുന്നത്. ഞാൻ അവൾക്ക് കൂട്ട് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞാൻ നമ്മൾ പിന്നെ തൊട്ടടുത്ത ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കുന്നതാണ്. തയ്ച്ച് കൊടുക്കും. തുണികളൊക്കെ മിച്ചം വരനൊക്കെ എടുത്ത് അവൾക്ക് അപ്പോൾ മുട്ടിന് താഴെയുള്ള നല്ല ഇറക്കത്തിന് വേണം. അതാണ് തയ്ച്ച് കൊടുക്കുന്നത് അവൾ. അങ്ങനെ തയ്ച്ച് വെച്ചിരുന്നത്. തയ്ച്ചത് കുഞ്ഞ് കണ്ടിട്ടില്ല. കൊടുക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു സാധനം തയ്ക്കുന്ന കാര്യം കുഞ്ഞിനെ അറിയാമായിരുന്നോ? കുഞ്ഞിനല്ല, അവളങ്ങനെ തയ്ച്ചു കൊടുക്കണത് എനിക്കറിയാം. ഞാൻ അവളെ കുട്ടി അറിയാന്നു. അപ്പോൾ അവൾ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരെണ്ണം തയ്ക്കുന്നുണ്ടെന്ന് കുഞ്ഞിനറിയായിരുന്നോ? കുഞ്ഞിനറിയാം. കുഞ്ഞ് പറഞ്ഞിട്ടാണല്ലോ തയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ തയ്ക്കണമെന്ന് അത് നല്ല പറയാറിഞ്ഞൂടെങ്കിലും ആശം കാണിച്ചു തരും. നല്ല ഇറക്കത്തിലുള്ള പാവാട തയ്ക്കണമെന്നുള്ളത്. തുണി ആരാ എടുത്ത് തന്നെ? തുണി ഞാനങ്ങനെ അവരെടുക്കുന്ന തുണിയല്ല, അവരിങ്ങനെ ഞാൻ എടുത്ത് എൻ്റെ മോക്ക് തയ്ക്കുന്ന തുണിയിൽ ബാലൻസ് വരുന്ന തുണി കാണുമല്ലോ, അങ്ങനെ ചെയ്തു കൊടുക്കും. ഇടയ്ക്ക് തയ്ച്ചു കൊടുക്കും. തയ്ച്ചു കൊടുക്കും. ഇതിന് വേണ്ടി എടുത്ത് തയ്ക്കുന്നതല്ല. അത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ തയ്ച്ചു കൊടുക്കുന്നത്. മൂത്ത ആളിനെടുക്കുന്ന അവർ മൂത്ത കൊച്ചിൻ്റെതും തയ്ക്കാൻ തരും. അപ്പം അതിൻ്റെ ബാലൻസ് വെച്ച് തയ്ച്ചു കൊടുക്കും. ഈ വീടും തേക്കട ഏതാണ്ട് 3 അടി 3 കാല് വെച്ചാൽ എടുക്കും. ഇടയ്ക്കിടയ്ക്ക് വരുമോ കടയിൽ? കടയിൽ അവർ കൊണ്ടുവരുന്ന സമയത്തേ വരുള്ളൂ. ഒറ്റയ്ക്കായിട്ട് വരൂല. പിന്നെ ഇവിടെ നിന്നും കൊണ്ട് ഇങ്ങനെ വിളിക്കും. അത്ര എന്നെ ഷീജയെന്ന് എന്നെ വിളിക്കും. പേര് പറഞ്ഞാൽ വിളിക്കൂ. ആ വിളിക്കുന്ന പ്രായത്തെ ഇവർ മറ്റേ ആൾക്കാർ ഷീജയെന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഷീജയെന്ന് തന്നെ. വീട്ടുകാർ വിളിക്കുന്ന പേര് തന്നെയാണ് വിളിക്കുന്നത്. എൻ്റെ ഭർത്താവിനെ അപ്പാപ്പാന്ന് വിളിക്കും. എന്നെ ഷീജയെന്ന് തന്നെ വിളിക്കും. ഇതിനെന്ത് ചെയ്യും? അത് കൊടുക്കാൻ പറ്റാത്തതിലുള്ളൊരു വിഷയമേ ഉള്ളൂ. എൻ്റെ ബ്ലൗസ് തയ്ക്കട്ടെന്ന് മാറ്റി വെച്ചു. കുറേ ദിവസമായി ഇത് പറഞ്ഞിട്ട്? കുറച്ച് ദിവസമായി. പിന്നെ ഇവരുടെ വരക്കൊക്കെ നിന്നപ്പോഴത്തേക്ക് ഞാനും അങ്ങ് സ്ലോ ചെയ്തു. നേരത്തെ തന്നെ കുഞ്ഞ് ആവശ്യപ്പെട്ടതായിരുന്നു ആ പാവാട. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടം അവരുടെ വാക്കുകളിലുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.